നമ്മൾ ഇലക്ഷൻ സംബന്ധിച്ചിട്ടുള്ള അത്തരം കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടില്ല. ഇപ്പം LDFിൻ്റെ അതുപോലെ ഞാനിപ്പോൾ LDFിൽപ്പെട്ട CPMൻ്റെ പ്രവർത്തകയാണ്. ഞങ്ങളുടെ കമ്മിറ്റി ഇപ്പോൾ ഇലക്ഷന് വേണ്ടിയുള്ള കമ്മിറ്റികളും കാര്യങ്ങളും ഒക്കെ തയ്യാറാക്കി ഒരുങ്ങുന്നതേ ഉള്ളൂ. സ്ഥാനാർത്ഥി നിർണയവും അതുപോലെ ഇലക്ഷന് വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള അത്തരം കാര്യങ്ങളുമെല്ലാം വീണ്ടും ചർച്ച ചെയ്യേണ്ടതായിട്ടാണുള്ളത്. ഇപ്പോൾ അങ്ങനെ ടേം വ്യവസ്ഥയോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളെക്കുറിച്ചോ ഒന്നും ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. അതധികം വൈകാതെ ഉണ്ടാകും. എന്തായാലും ഇലക്ഷൻ്റെ തൊട്ട് മുമ്പ് നോമിനേഷൻ കൊടുക്കണമല്ലോ കൃത്യസമയത്തിന്. അതിനൊക്കെ മുമ്പ് അത്തരം കാര്യങ്ങളെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിക്കും. മാധ്യമങ്ങൾ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാക്കി എഴുതുകയാണ്. അങ്ങനെ ആർക്കാ പറയാൻ സാധിക്കുക? അപ്പോൾ ഇതൊന്നും നേരത്തെ കൂട്ടി തീരുമാനിക്കുന്ന ഒരു കാര്യമല്ല. ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആധുനികമായിട്ട് ഈ കേരളത്തെ വളർത്തിയെടുക്കുന്നതിന് വളരെ സമർത്ഥമായി നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ചർച്ചയിൽ അതും ആവാലോ. ഇത്രയും നല്ല രീതിയിൽ ഭരിച്ചിട്ടുള്ള ഈ ഭരണവും നേതൃത്വവും തുടരണം എന്നും മാധ്യമങ്ങൾക്ക് ചർച്ച ചെയ്താലോ. ബാക്കിയെല്ലാം എന്നെ മാത്രമായിരിക്കില്ല, ഒരുപാട് ആളുകളുടെ പേരൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്. അങ്ങനെയുള്ള ചർച്ചകളെല്ലാം ഇലക്ഷന് സ്ഥാനാർത്ഥി നിർണയവും ജയിച്ചു കഴിഞ്ഞാൽ മന്ത്രിസഭ രൂപീകരിക്കുന്നതോടുകൂടി ആ ചർച്ച തീരും. അത് ഞങ്ങളൊരിക്കലും വ്യക്തിപരമായിട്ട് അങ്ങനെ തീരുമാനിക്കാറില്ല. അതെല്ലാം മറ്റു ചില പാർട്ടികളിൽ കാണാറുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അങ്ങനെ നേരത്തെ ഇന്നയാളാണ് സ്ഥാനാർത്ഥി എന്നൊന്നും പറയാറില്ല. അതുകൊണ്ട് അത്തരം ചോദ്യങ്ങൾക്കേ പ്രസക്തിയില്ല എന്നുള്ളതാണ്. എന്തൊക്കെ നിബന്ധനയാണ് വെച്ചത്? പുതിയ തരത്തിലുള്ള മസ്റ്ററിങ്ങും അതുപോലെ തന്നെ പുതിയ തരത്തിൽ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യുക, ഇതെല്ലാം അശാസ്ത്രീയമായിട്ടുള്ള കാര്യമാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ. അപ്പോൾ അതിനെ പൊളിക്കുക എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സമീപനം. എന്നിട്ട് UDFകാർ അതിനെതിരെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അവർക്കൊറ്റ ലക്ഷ്യമേ ഉള്ളൂ UDFന്, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെ ഇല്ലാതാക്കുക. 10 വർഷമായിട്ട് അധികാരത്തിന് വെളിയിൽ ഇരുന്നതുകൊണ്ട് അവർക്ക് ആകെ ഒരു അസ്ഥിതിയുണ്ട്. അതുകൊണ്ട് ഇത്തവണ അധികാരത്തിൽ വരിക, അധികാരത്തിൽ വന്നിട്ട് എന്ത് ചെയ്യും എന്നുള്ളതാണ്. നേരത്തെ അധികാരത്തിലിരുന്നപ്പോൾ അവർ ചെയ്തതാണോ, 10 വർഷം അധികാരത്തിലുള്ളപ്പോൾ ഇടതുപക്ഷം ചെയ്തതാണോ ഈ കേരളത്തിന് ഗുണമുണ്ടായിട്ടുള്ള കാര്യം? ഇത് ജനങ്ങൾ വിവേചന ബുദ്ധിയോടെ പരിശോധിക്കേണ്ട കാര്യമാണ്. 100 അല്ല 140 കിട്ടുമെന്ന് പറയാം. ചിലപ്പോൾ ഒരുപാട് നുണകളൊക്കെ പ്രചരിപ്പിച്ച് ചില നേട്ടങ്ങൾ ചിലയിടത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. വർഗീയ ശക്തികളുമായിട്ട് കൂട്ടുപിടിക്കുകയാണ്. ഞങ്ങളതിനെതിരാണ്. ഞങ്ങളെന്തേ പറയുന്നുള്ളൂ, മതരാഷ്ട്രവാദികളോടൊപ്പം ചേരാൻ പറ്റില്ല. അത് ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയെ സംരക്ഷിച്ചുകൊണ്ട് പറയുന്നതാണ്. ഈ രാജ്യം ഹിന്ദു രാഷ്ട്രമാകണമെന്ന് പറയുന്നത് ശരിയല്ല, ഇസ്ലാമിലൂടെ മാത്രമാണ് മോചനം എന്ന് പറയുന്നത് ശരിയല്ല. എന്നാൽ മതന്യൂനപക്ഷത്തെ ഈ രാജ്യം സംരക്ഷിക്കേണ്ടതുണ്ട്. അത് ന്യൂനപക്ഷമായതുകൊണ്ടാണ്. അവർക്ക് ഭൂരിപക്ഷത്തിൻ്റെ അടിച്ചമർത്തൽ നേരിടാൻ ഇടയാവരുത്. ഭൂരിപക്ഷ മതസ്ഥരെല്ലാവരും ന്യൂനപക്ഷത്തിനെതിരല്ല. അതിലെ വർഗീയത ന്യൂനപക്ഷത്തിനെതിരാണ്. എങ്ങനെയാണ് അവരത് പറയുന്നതെന്നറിയില്ല. എന്താണ് അവരുടെ കയ്യിൽ ഈ 100 സീറ്റ് കിട്ടാൻ മാത്രം പ്രചരിപ്പിക്കാനുള്ളത്? അതാണ് ഏറ്റവും പ്രധാനമായിട്ട്. കേന്ദ്ര ഗവൺമെൻറ് ഇങ്ങനെ ഒരു സംസ്ഥാന ഗവൺമെൻറ്റിനെ ദ്രോഹിക്കുമ്പോൾ ഒരക്ഷരം കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ട് അവർ സംസാരിച്ചു ഇന്ന് വരെയില്ല. ഇപ്പോൾ NREG അന്ന് ഞങ്ങൾ 1ാം UPA ഗവൺമെൻറ്റിന് പിന്തുണ കൊടുക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഒരു വലിയ സമ്മർദ്ദം ഉണ്ടായിരുന്നു ഇടതുപക്ഷത്തിൻ്റെ. അത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ ഈ നമ്മുടെ സീതാറാം യെച്ചൂരിയുടെ അനുശോചന യോഗത്തിൽ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, ഇടതുപക്ഷം നന്നായിട്ട് അതിനു വേണ്ടിയിട്ട് ഇടപെട്ടു സീതാറാം യെച്ചൂരി എന്ന് പറഞ്ഞിട്ട്. ഞങ്ങളത് പറഞ്ഞ് മേനി നടിക്കാനല്ല, പക്ഷേ ഞങ്ങളൊരു ഇടതുപക്ഷ പാർട്ടി എന്നുള്ള നിലയിൽ ഇന്ത്യയിൽ ഒരു കുടുംബത്തിൽ ഒരാൾക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിനാവശ്യമായിട്ട് ചെറിയ വേതനം, അങ്ങനെ മാത്രമേ പട്ടിണി മാറ്റാൻ കഴിയൂ എന്ന് പറഞ്ഞിട്ടുള്ളവരാണ്. അത് അംഗീകരിച്ചു. പക്ഷേ അത് ഒരിക്കലും തൃപ്തികരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കോൺഗ്രസും തയ്യാറായില്ല,